ഞങ്ങളുടെ കണ്ണൂര് ആര് വന്നാലും ഞാൻ കൊണ്ടുപോകുന്ന ഒരു സ്ഥലമാണ് പെറ്റ് സ്റ്റേഷൻ. എനിക്ക് ശരിക്കും പറയാ ഒരു മിനിറ്റ് വീഡിയോ എടുക്കാ ഫോട്ടോ എടുത്താ മതി വീഡിയോ എല്ലാം കാണും ഈ ഫോട്ടോ എടുത്തോ വേഗം തല ആ കൈനെ കൊണ്ട് പൊക്ക്. മറ്റേ കൈനെ കൊണ്ട് ഫോട്ടോ എടുക്ക് ഫോട്ടോ എടുക്ക് ഫോട്ടോ എടുക്ക് ഫോട്ടോ എടുക്കുന്നത്. പാമ്പിന് അത്രയും പേടിയുള്ള ആള് ഞാൻ ഈ പെറ്റ് സ്റ്റേഷനിൽ വന്ന് ശീലമായിട്ടാണ് കേട്ടോ ഇങ്ങനെ പാമ്പിനെ വെക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ണൂർ ആര് വന്നാലും ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാറുണ്ട്. കാരണം എനിക്കെപ്പോഴും ഫീൽ ചെയ്യുക ഇതൊരു ഡിഫറെൻറ്റ് പ്ലേസ് ആണ്, എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ അവർ പറഞ്ഞെന്തറിയോ, സിംഗപ്പൂർ പോയിട്ട് വരെ ഇത്രയും നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ ജീവികളും ഉണ്ട്. എന്ത് രസത്തിലാന്ന് പറയുക അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഫിഷ്, അതേപോലെ തന്നെ പൂച്ച, റാബിറ്റ്, ഒട്ടകം, ഓസ്ട്രിച്ച്, ഹോഴ്സ്, പശു ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല സ്ഥലമാണ്. വീക്കെൻഡ്സൊക്കെ നല്ല റഷാണ് കേട്ടോ. എസ്പെഷ്യലി വെക്കേഷൻ ടൈമിലൊക്കെ നമ്മുടെ നാട്ടിലെ ആൾക്കാരല്ല, മെയിൻലി ഔട്ട്സൈഡ് കണ്ണൂരും അതേപോലെ തന്നെ സൗത്ത് ഇന്ത്യൻസും നോർത്ത് ഇന്ത്യൻസും ഒക്കെ വരുന്നുണ്ട് ഇവിടെ. ഒരു നാട് വളർന്നാൽ അവിടുത്തെ ആൾക്കാർക്കും കൂടി അത് ബെനിഫിറ്റ് ഉണ്ടാവും എന്ന് പറയാറില്ലേ, അതേപോലെയാണ് ഈ ഒരു പെറ്റ് സ്റ്റേഷൻ കാരണം ആണ് നമ്മുടെ മാട്ടൂൽ ഇത്രയധികം എസ്റ്റാബ്ലിഷ്ഡ് ആയത്. എസ്പെഷ്യലി അവിടെ ബീച്ചിൻ്റെ സൈഡിലൊക്കെ കുറേ ഇങ്ങനെ തട്ടുകടാസും അതേപോലെ കുറേ ഫുഡ് ഹബ്സും ഗെയിം ഏരിയയും പ്ലേ ഏരിയയും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഈ ഒരു പെറ്റ് സ്റ്റേഷൻ കാരണമാണ് കേട്ടോ. ഞങ്ങളിവിടെ പോകാൻ തുടങ്ങിയിട്ട് എനിക്ക് ഓൾമോസ്റ്റ് ഒരു 5 ഇയേഴ്സിൻ്റെ മേലെയായി. സ്റ്റാർട്ടിങ്ങിൽ പബ്ലിക്കിന് അങ്ങനെ ഓപ്പൺ അല്ലായിരുന്നു, പിന്നെ മെല്ലെയാണ് അത് ഓപ്പൺ ആവാൻ തുടങ്ങിയത്. പക്ഷേ ആ സമയത്ത് ഞങ്ങൾ പോകാറുണ്ടായിരുന്നു കേട്ടോ. ഈ മൃഗങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇവിടെ പോകാനൊരു പ്രത്യേക വൈബായിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പെറ്റ് സ്റ്റേഷൻ കാരണം ആ നാട് മൊത്തം ഡെവലപ്പായി. എത്ര പേർക്കാണ് എസ്പെഷ്യലി ലേഡീസിനൊക്കെ നല്ലൊരു വരുമാന മാർഗ്ഗം ഉണ്ടായിട്ടുണ്ട്. അപ്പം നിങ്ങൾ കണ്ണൂരേക്കൊക്കെ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എന്തായാലും ഇവിടെ വിസിറ്റ് ചെയ്യണം കേട്ടോ. കാരണം ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ വേർത്ത് ആയിട്ടുള്ളൊരു പ്ലേസാണ് പെറ്റ് സ്റ്റേഷൻ. അപ്പോഴേക്കും പിന്നെ ഏകദേശം തീരുമാനമായിട്ടുണ്ടായിരുന്നു, നല്ല വിശപ്പുണ്ടായിരുന്നു. ഡയറക്റ്റ് ക്രീം സ്റ്റേഷനിലേക്ക് വന്നു. എന്തായാലേ പെറ്റ് സ്റ്റേഷനിൽ നിന്ന് ഡയറക്റ്റ് ക്രീം സ്റ്റേഷനിലേക്ക്. രണ്ടും രണ്ടാളുടേതാണ്. പെറ്റ് സ്റ്റേഷൻ വേറെ ആളുടേതും, ക്രീം സ്റ്റേഷൻ ഞങ്ങളുടേതുമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി ഫത്തായറൊക്കെ കഴിച്ചു. ബീഫ് ഫത്തായർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഞങ്ങൾ എപ്പോഴും പെറ്റ് സ്റ്റേഷനിൽ പോകുമ്പോൾ വീക്കെൻഡ് പോകാറില്ല കേട്ടോ. അതാകുമ്പോൾ കുറച്ചും കൂടി തിരക്ക് കുറയുമല്ലോ. പക്ഷേ നിങ്ങൾക്ക് വീക്കെൻഡിലാണ് സമയമെങ്കിൽ പോയാലും കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ നല്ല ബീച്ചാണ് കേട്ടോ. നല്ല സ്പേഷ്യസുമാണ്. അവിടെ കുട്ടികൾക്ക് ഇറങ്ങി കളിക്കാനും ഒക്കെ പറ്റുന്ന സ്ഥലമാണ്. അപ്പം പിന്നെ ബാക്കി സ്റ്റോറീസായിട്ട് നാളെ കാണാം. ബൈ.